നമസ്കാരം. ടൈം മീഡിയയിലേക്ക് സ്വാഗതം. ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിക്കാത്തവർ ഇന്ന് വളരെ കുറവാണ്. വലിയ സ്വീകാര്യതയാണ് ഇന്ന് കാർഡ് ഇടപാടുകൾക്ക് ഉള്ളത്. വളരെ സമയലാഭം ഉണ്ടാവും, യാത്രകൾ കുറയുന്നു. അതാണ് ഈ കാർഡ് ഇടപാടുകളുടെ മെച്ചം. ATM നിന്ന് പണമെടുക്കുന്ന രീതിയും പുതിയ സാങ്കേതിക വിദ്യയ്ക്കനുസരിച്ച് മാറിയിട്ടുണ്ട്. ATM മെഷീനിൽ നിന്നും പണം പിൻവലിക്കണമെങ്കിൽ ആദ്യം കാർഡുകൾ ആവശ്യമുണ്ടായിരുന്നു. അതായത് ATM ചെന്നാൽ നമ്മളൊരു കാർഡ് മെഷീനിൽ ഇൻസർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് പണം ലഭിക്കുകയുള്ളായിരുന്നു. എന്നാൽ അപ്പോൾ തന്നെ ധൃതിയിൽ വീട്ടിൽ നിന്നിറങ്ങി കാർഡ് എടുക്കാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ATM പോയിട്ട് കാര്യമില്ല. എന്നാൽ ഇപ്പോൾ ATM കാർഡ് ഇല്ലാതെയും മെഷീനിൽ നിന്ന് പണം ലഭിക്കും എന്നതാണ്. ATM കാർഡ് ഉപയോഗിക്കാതെ പണം എടുക്കുന്നതിനുള്ള എളുപ്പവഴി എന്താണെന്നല്ലേ? നിങ്ങളുടെ കൈവശം ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ ATM കാർഡ് ഉപയോഗിക്കാതെ തന്നെ നിങ്ങൾക്ക് ATM നിന്ന് പണം പിൻവലിക്കാം. അതായത് ATM കാർഡ് വീട്ടിൽ നിന്ന് എടുക്കാൻ മറന്നുപോയെങ്കിൽ പോലും നിങ്ങളുടെ ഫോണിലുള്ള UPI ആപ്പ് വഴി ATM നിന്ന് പണം പിൻവലിക്കാൻ സാധ്യമാണെന്ന് അർത്ഥം. നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ് ഈ സേവനം നമുക്കായി അവതരിപ്പിച്ചിരിക്കുന്നത്. ഡെബിറ്റ് കാർഡ് ഇല്ലാതെ ATM നിന്ന് എങ്ങനെ പണം എടുക്കാമെന്ന് ഒന്ന് നോക്കാം. ആദ്യമായി UPI ഉപയോഗിച്ച് പണം പിൻവലിക്കാൻ ആദ്യം ATM പ്രവേശിക്കുക. ATM മെനുവിൽ നിന്നും UPI വഴി പണം പിൻവലിക്കൽ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ പിൻവലിക്കാൻ ആഗ്രഹിക്കുന്ന തുക എത്രയാണെന്ന് ടൈപ്പ് ചെയ്യുക. തുടർന്ന് സ്ക്രീനിൽ ഒരു QR കോഡ് നിങ്ങൾ കാണും. നിങ്ങളുടെ ഫോണിലെ UPI ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് ATM സ്ക്രീനിൽ ദൃശ്യമാകുന്ന QR കോഡ് സ്കാൻ ചെയ്യാൻ നിങ്ങളുടെ ഫോണിലെ ആപ്പ് ഉപയോഗിക്കുക. QR കോഡ് സ്കാൻ ചെയ്താൽ ഉടൻ ATM നിന്നും പണം ലഭിക്കും. ATM നിന്ന് പണം പിൻവലിക്കാൻ UPI ഉപയോഗിക്കണമെങ്കിൽ ഒരു കാര്യം മനസ്സിൽ സൂക്ഷിക്കേണ്ടതുണ്ട്. പണം പിൻവലിക്കുന്നതിന് മുമ്പ് UPI ATM ഇടപാട് സൗകര്യം പ്രവർത്തനക്ഷമമാക്കിയിട്ടുണ്ടോ എന്ന് നിങ്ങളുടെ UPI ആപ്പിൽ പരിശോധിച്ച് ഉറപ്പുവരുത്തണം. എങ്കിൽ മാത്രമേ പണം ലഭിക്കുകയുള്ളൂ. നിങ്ങളിൽ എത്ര പേർ ഈ സൗകര്യം ഉപയോഗിക്കുന്നുണ്ടെന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാമോ? ഇനി UPI സംബന്ധിച്ച മറ്റൊരു വാർത്ത കൂടി പറയാം. ഇന്ന് ധാരാളം ആളുകൾ UPI വഴി പണം കൊടുക്കൽ വാങ്ങൽ സാധാരണയായി നടത്താറുണ്ടല്ലോ. UPI വഴിയുള്ള സാമ്പത്തിക ഇടപാടുകളിൽ ഇതുവരെ ഉള്ളതിൽ നിന്നും വ്യത്യസ്തമായ അഥവാ വിപ്ലവകരമായ മാറ്റങ്ങൾ വരുന്നുവെന്നാണ് അറിയുവാൻ കഴിയുന്നത്. ഇനി മുതൽ തെറ്റായ പേരുകളുള്ളതോ വ്യാജ പേരിലുള്ളതോ ആയ അക്കൗണ്ടുകളിലേക്ക് പണം അയക്കാൻ സാധിക്കില്ല എന്നതാണ് പ്രധാനപ്പെട്ട ഒരു മാറ്റം. സാമ്പത്തിക തട്ടിപ്പുകാരുടെ വഞ്ചനാപരമായ പണമിടപാടുകൾ പൂർണ്ണമായും ഒഴിവാക്കുക എന്നതാണ് ഇതിന്റെ പിന്നിലെ ലക്ഷ്യം. പുതിയ സംവിധാനം വരുമ്പോൾ ഒരാൾ പണം അയക്കുന്നത് ആർക്കാണോ ആ വ്യക്തിയുടെ യഥാർത്ഥ പേര് സ്ക്രീനിൽ കാണാൻ കഴിയും. പണം അയക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചിലരുടെ യഥാർത്ഥ പേരുകൾക്ക് പകരം ചില അക്ഷരങ്ങൾ, ചില അക്കങ്ങളൊക്കെയാണ് പേരിന്റെ സ്ഥാനത്ത് കാണപ്പെടുന്നത്. ഇതുവരെ വ്യക്തികളുടെ അപരനാമത്തിലും വെളിപ്പേരിലുമൊക്കെ സാമ്പത്തിക ഇടപാടുകൾ നിർബാധം നടന്നിരുന്നു. പുതിയ സംവിധാനം വരുമ്പോൾ ഇനി അത് സാധിക്കില്ല. പണം ലഭിക്കേണ്ട വ്യക്തിയുടെ ബാങ്കിലെ അക്കൗണ്ട് പേരെന്താണോ അത് തന്നെ ഉണ്ടെങ്കിലേ ഇടപാടുകൾ ഇനി സാധ്യമാകുകയുള്ളൂ. അതായത് ആർക്ക് പണം അയക്കണോ അയാളുടെ ബാങ്ക് അക്കൗണ്ടിലെ പേരെന്താണോ അത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്ക്രീനിൽ കാണാനാവും. നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഈ പുതിയ നിയമം 2025 ജൂൺ 30 മുതൽ പ്രാബല്യത്തിൽ വരും എന്നാണ് അറിയിപ്പ് കിട്ടിയിരിക്കുന്നത്. UPI ആപ്പുകൾ പേയ്മെന്റ് സ്വീകരിക്കുന്നതിന് മുമ്പ് ബാങ്കുകൾ പരിശോധിച്ചുറപ്പിച്ച അക്കൗണ്ട് ഉടമകളുടെ പേരുകൾ കാണിക്കണം. എന്നാലേ പണം കൈമാറ്റം നടക്കുകയുള്ളൂ. സുരക്ഷിതമായ ഡിജിറ്റൽ ഇടപാടുകൾ ഉറപ്പാക്കുന്നതിനാണ് ഈ നടപടി. വ്യക്തികൾ തമ്മിലുള്ള പണമിടപാടിലും വ്യക്തികളും വ്യാപാരികളും തമ്മിലുള്ള ഇടപാടിലും ഇനി ബാങ്ക് അക്കൗണ്ടുകൾ അടിസ്ഥാനമാക്കിയുള്ള പേരുകൾ ദൃശ്യമാകും. വ്യാജ പേരുകൾ ഉപയോഗിച്ച് അക്കൗണ്ടുകൾ സൃഷ്ടിച്ചുള്ള തട്ടിപ്പുകൾ ഒഴിവാക്കാൻ ഇത് വളരെ ഉപകരിച്ചേക്കാം. ചുരുക്കി പറഞ്ഞാൽ ഡിജിറ്റൽ യുഗത്തിലെ സൗകര്യങ്ങൾ നമുക്ക് ധാരാളം പ്രയോജനങ്ങൾ ചെയ്യും. എങ്കിലും തട്ടിപ്പുകാർ കാലത്തിനൊത്തുമാറി നിങ്ങളുടെ പണം കൈക്കലാക്കാൻ പുതിയ മാർഗങ്ങളുമായി നിങ്ങളുടെ പിന്നാലെ ഉണ്ട് എന്ന സത്യവും എപ്പോഴും മനസ്സിലുണ്ടാവണം. ഇത്തരം വളരെ ഇൻഫോർമേറ്റീവായ വാർത്തകൾ നിങ്ങളിൽ എത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദി ടൈം മീഡിയ എന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ഷെയറും നൽകി മറ്റുള്ളവരിലേക്ക് ഇത് എത്തിക്കുകയും ചെയ്യുക. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.